ഉടമ്പടിയുടെ ദൈവാനുഭവങ്ങളുടെ അപ്ഡേഷൻസ് എന്നുവെച്ചാൽ ഓരോ മനുഷ്യൻ്റെ അനുഭവത്തിലൂടെ ഉടമ്പടി പുതിയ പുതിയ സാധ്യതകളുമായി നമ്മുടെ മുമ്പിൽ പ്രത്യാശ സൃഷ്ടിക്കുകയാണ്. ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഉടമ്പടിയുടെ പുതിയ സാധ്യതകൾ, അത് കാരണം എനിക്ക് ഉടമ്പടി സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാൻ വളരെ ശ്രദ്ധിക്കും. ഞാനിവിടെയാണ് നിന്ന് ജനങ്ങളുടെ കാര്യം ചെയ്യുമ്പോഴും എൻ്റെ ഒരു ചെവി ഈ സാക്ഷ്യത്തിലായിരിക്കും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ആ സാക്ഷ്യങ്ങളെല്ലാം ഈ മാസമോ അല്ലെങ്കിൽ അടുത്ത 2 മാസങ്ങൾക്കുള്ളിൽ ദൈവം ഉടമ്പടി ചെയ്ത് ദൈവമായിട്ട് ഉടമ്പടിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ദൈവം ഈ ജീവിതത്തിൻ്റെ വിഷയങ്ങളെ അഭിമുഖീകരിക്കാൻ പുതിയ പുതിയ പദ്ധതികൾ ദൈവം നമുക്ക് അനുഭവവേദ്യമാക്കുന്നത് ഭയങ്കര ആവേശം നൽകുന്നുണ്ട് ഉടമ്പടി. ഞാൻ എന്താ ഇങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഈ ദിവസങ്ങൾ കേട്ട ഒരു ഉടമ്പടിയിൽ അർച്ചന ജിമ്മി പാല ഒരു കുറേ അധികം കാര്യങ്ങൾ ഉടമ്പടി പറയുന്നുണ്ട്. ഇവരുടെ ഒരു സിറ്റുവേഷൻ, അർച്ചന ജിമ്മിയുടെ ലൈഫ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഹസ്ബൻഡ് പെട്ടെന്ന് മരിച്ചു പോകും. നമ്മൾ ഇത്രയും എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നു, എന്നെ നിങ്ങൾ കാണുന്നു, നിങ്ങൾ പരസ്പരം കാണുന്നു അല്ലേ, വെളിച്ചമുണ്ട്, ഇവിടെ ശബ്ദമുണ്ട്, അനക്കമുണ്ട്, ചലനമുണ്ട്, ഇതെല്ലാം ഉള്ള കുടുംബം പെട്ടെന്ന് ഹസ്ബൻഡ് മരിച്ചു പോകുമ്പോഴൊന്ന് ചിന്തിച്ച് നോക്കിയേ, മൊത്തം ബ്ലാക്ക് ഔട്ടായി, ശബ്ദമില്ല, വെളിച്ചമില്ല, ജീവിതമില്ല, മരവിച്ചു പോയി. ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിറ്റുവേഷൻസ് അഭിമുഖീകരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ട് ഇമാജിനാണ്. അപ്പം ഞാനിത് ഇവർ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇവരെങ്ങനെയാണ് ഈ സിറ്റുവേഷൻസ് അഭിമുഖീകരിക്കാൻ പോകുന്നത്. ഇതിന് ഉടമ്പടിക്ക് ഇതിൻ്റെ അകത്തുള്ള റോൾ എന്താണെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് മരിച്ചതോടുകൂടി ഇവർ പെട്ടെന്ന് ഇങ്ങനെ ഒരു വലിയ തകർച്ചയിലേക്ക് വരും. തരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ 2 മക്കളുണ്ട്, 2 3 തോന്നുന്നു. മക്കൾ പഠനത്തിലാണ്, ആരും ഉയർന്ന ക്ലാസ്സിലേക്ക് എഡ്യൂക്കേഷനിലേക്ക് എത്തിയിട്ടില്ല. ഏറ്റവും വലിയ കുഴപ്പം കോവിഡ് കാലമാണ്. അതാണ് ഒരു പ്രതിസന്ധി. മരണം, കുടുംബനാഥൻ്റെ മരണം. രണ്ടാമത്തേത് കോവിഡിൻ്റെ കാലം, വരുമാനമില്ല, ആരും ആരുടെയും പൈസ ആർക്കും കൊടുക്കാത്തൊരു കാലമാണ്. അങ്ങനൊരു കാലം നമ്മൾ കണ്ടതല്ലേ, ആരും ആരുടെയും കാശ് ആർക്കും കൊടുക്കാത്ത കാലമാണ്. കാര്യം ഈ കോവിഡ് എന്തുമാത്രം നീളുവന്നോ, എത്ര കാലം പണിയില്ലാണ്ട് വരുമെന്നോ, പട്ടിണി എത്ര കാലം നീളുവന്നോ ഒന്നും അറിയത്തില്ല. ഭയങ്കര അനിശ്ചിതത്വം പറഞ്ഞൊരു കാലത്ത് ആൾക്കാരെല്ലാവരും ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാതെ സ്വന്തം നിലനിൽപ്പ് മാത്രം നോക്കിയിരുന്നൊരു കാലമാണ് കോവിഡ് കാലം. പ്രളയം കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് കോവിഡിലേക്ക് സെറ്റ് ചെയ്തപ്പോൾ മനുഷ്യൻ വല്ലാത്ത രീതിയിൽ റിസർവ്ഡായിപ്പോയി. അപ്പോൾ സെൽഫ് റിസർവേഷൻ്റെ ഒരു കാലമാണ്. നമ്മുടെ കാര്യം മാത്രം, നമ്മൾ നിലനിൽക്കുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ്. അതിനിടയ്ക്കാണ് കുടുംബനാഥൻ കൈവിട്ട് പോണത്. ഇപ്പോൾ 2 ക്യാപിറ്റൽ, ഇതിനിടയ്ക്ക് കോവിഡ് 3ആയി. 4മത്തെ ഇവരനുഭവിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത് ഇതെല്ലാം ഒരാൾ, ഈ ഭാര്യ എന്ന് പറയുന്ന, അമ്മയെന്ന് പറയുന്ന ഒരാളാണ് ഇതെല്ലാം അഭിമുഖീകരിക്കേണ്ടത്. 4മത്തെ പ്രശ്നം എന്ന് പറയുന്നത് അവർ ഫേസ് ചെയ്ത 4മത്തെ കാരണം, അവർക്ക് ഇങ്ങനെ റിയൽ എസ്റ്റേറ്റ് സ്ഥലം വാങ്ങിച്ചിട്ട് വീട് വെച്ച് കൊടുക്കുന്ന ബിസിനസ്സാണുള്ളത്. അപ്പോൾ പലർക്കും പല സ്ഥലങ്ങളും വിൽക്കാൻ പറ്റണില്ല. അഡ്വാൻസ് കൊടുത്തു, പക്ഷേ സ്ഥലം എടുക്കാൻ പറ്റണില്ല. വീട് കുറച്ച് പണിയായി, ആ പണിയാൻ പറ്റണില്ല.
അത് കൊടുക്കാൻ പറ്റണില്ല നോക്കിയേ. അപ്പം കടങ്ങൾ 3 കോടിയോ മറ്റേയായി. ഒരു ചേടത്തിയും 3 കോടി കടവും കോവിഡും 3 മക്കളും നമുക്ക് മിണ്ടാനോ പറയാനോ ചോദിക്കാനോ അന്വേഷിക്കാനോ ഒരു മറു ഉത്തരം മേടിക്കാനോ പറ്റാത്തൊരവസ്ഥയിൽ നമ്മുടെ ജീവിതവും നമ്മളും മാത്രം ബാക്കിയായി അവശേഷിക്കുന്ന ഒരു വിഷയമാണ്. ഇതെങ്ങനെയാണ് ഇവരെങ്ങനെയാണ് ഉടമ്പടി സേവ് ചെയ്യണമെന്ന് നോക്കണം. നിങ്ങൾക്കറിയാമല്ലോ ഈ ഒരു സിറ്റുവേഷനിൽ ഉടമ്പടി എന്താ ചെയ്യണത്? ഉടമ്പടി ഒരു ബയലാറ്ററൽ എഗ്രിമെൻ്റാണ്. അവിടെയാണ് ഉടമ്പടിയുടെ ഒരു പ്രത്യേകത വരുന്നത്. അപ്പം ഈ സിറ്റുവേഷൻ ബേസ്ഡാണ് നമ്മൾ കവനൻ്റ് വാല്യുവേറ്റ് ചെയ്യാൻ. ഒരു മനുഷ്യൻ്റെ ജീവിത അവസ്ഥകളെ ബേസ് ചെയ്തുകൊണ്ട് വേണം നിങ്ങളുടെ ശക്തി പോകുന്നു, നിങ്ങളുടെ സ്വാധീനങ്ങൾ പോകുന്നു, അവലംബങ്ങൾ പോകുന്നു, നിങ്ങൾ അനിശ്ചിതത്തിലാകുന്നു. ഇങ്ങനെ ഒരു സീറോ റെഡ്യൂസിങ് വരുമ്പോൾ എങ്ങനെയാണ് ഉടമ്പടി നിങ്ങളെ ഇവിടെ നിലനിർത്തുന്നത്? അതിൻ്റെ കാരണം എന്താണ്? ഒന്ന്, അതൊരു ബയലാറ്ററൽ വേറെ ഒരു വ്യക്തിയെ നിങ്ങളെക്കാളും അമാനുഷികമായൊരു ശക്തിയെ നിങ്ങളുമായിട്ട് ലിങ്ക് ചെയ്യണം ഉടമ്പടി ചെയ്യണത്. അത് ബയലാറ്ററൽ എഗ്രിമെൻ്റാണ്. നമ്മുടെ പ്രാർത്ഥന പോലെ അല്ലത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും പ്രാർത്ഥിക്കുമല്ലോ, ഇതല്ല. ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത് വല്ലാത്ത പദ്ധതിയാണ്. അതൊരു പ്രാർത്ഥനയല്ല, ഒരു അഭൗമവും അലൗകികവുമായിട്ടുള്ള ദൈവികമായ ഒരു വ്യക്തിത്വത്തെ നിങ്ങളുടെ ഈ മാനുഷിക അവസ്ഥകളുമായിട്ട് ലിങ്ക് ചെയ്യും. ഉടനെ ബയലാറ്ററൽ എഗ്രിമെൻ്റ് ഉഭയകക്ഷി ആയിട്ടുള്ള എഗ്രിമെൻ്റാണ്. ഇതോടുകൂടി ഈ എഗ്രിമെൻറ്റോടുകൂടി നമ്മൾ ഫ്രീ ആണ്. ഈ അലൗകികമായ ദൈവിക വ്യക്തിത്വത്തിൽ നിന്ന് നമ്മളോട് ആവശ്യപ്പെടുന്ന ഇത്രയേ ഉള്ളൂ, വിശുദ്ധി പാലിക്കണം. കാരണം എന്താണ്? ഞാൻ വിശുദ്ധനാണ്. അതാണ് എബ്രഹാത്തിനോട് പറഞ്ഞത്, അതാണ് മോസസിനോട് പറഞ്ഞത്, അതാണ് വിശുദ്ധി പ്രധാനപ്പെട്ട വിഷയമാണിത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നീ ജീവിത വിശുദ്ധി പാലിക്കണം. അതാണ് ഫസ്റ്റ് കമാൻഡ്മെൻറ്റ്. പിന്നെ എന്നെപ്പോലെ സ്നേഹം കാണിക്കണം. അതാണ് ഈശോ പറയണത്. ഒരു പുതിയ 15:12 യോഹന്നാൻ 15:12 ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇത് ആ ഉടമ്പടിയിലെ മിനിമം പ്രോഗ്രാമേ പറയുന്നുള്ളൂ. എന്താണ്? ഇതാണ് എൻ്റെ കൽപ്പന, ഇതാണ് എൻ്റെ ഉടമ്പടി. എന്താണ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഇപ്പം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ ലവ് അറ്റ് ദ ലെവൽ ഓഫ് ദി ക്രോസ് ആണ്. ഇതാണ് വിഷയം. നമുക്ക് അവൻ്റെ അകത്തൊന്നും നമ്മളുടെ ഒരു നോംസിൽ സ്നേഹിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഒരു നോംസിൽ സ്നേഹിക്കാൻ പറ്റത്തില്ല. നമുക്കറിയാവുന്നത് നമ്മുടെ ഒരു നോംസാണ്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ലെന്ന് പറഞ്ഞാൽ നമ്മളെ സഹായിച്ചാൽ നമ്മളെ സഹായിക്കൊക്കെ പറഞ്ഞ് പോരാ. രാഷ്ട്രീയക്കാർ രാഷ്ട്രീയ നയങ്ങളൊക്കെ ഉണ്ടാക്കത്തില്ലേ? ഞങ്ങളെ സഹായിച്ചാൽ ഞങ്ങളും സഹായിക്കുന്നതൊക്കെ പറഞ്ഞ് അങ്ങനെ ദൈവത്തിൻ്റെ അടുത്ത് വരത്തില്ല. കർത്താവ് പറഞ്ഞതിന് ഒരു നോംസ് ഉണ്ട്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. ലവ് അറ്റ് ദ ലെവൽ ഓഫ് ദി ക്രോസ്. ക്രോസിൻ്റെ ഒരു ലെവലുണ്ട്, കുരിശിൻ്റെ ഒരു ലെവല്. തീകാഞ്ഞുകൊണ്ടിരുന്ന പത്രോസിനോട് ക്ഷമിച്ച്, മുത്തിക്കൊടുത്ത യൂദാസിനോട് ക്ഷമിച്ചുകൊണ്ട്, കർണത്തടിച്ച ശതാദ്യമോട് ക്ഷമിച്ചുകൊണ്ട്, നെഞ്ചിൽ കുത്തിയ ലോങ്കിനോസിനെ കണ്ണിലേക്ക് രക്തം ഇറ്റുകൊടുത്ത് അവൻ്റെ കണ്ണും തുറന്നുകൊണ്ട് അങ്ങനെ ജീവൻ സമർപ്പിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ മക്കളൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, അങ്ങുമായി ഉടമ്പടി ചെയ്യുമ്പോൾ അങ്ങയുടെ സമർപ്പണ സ്നേഹത്തിന്റെ രീതിയിൽ എൻ്റെ ജീവിതം ക്രമീകരിക്കാൻ എന്നെ സഹായിക്കണമേ. ഈശോയോളം സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ഈശോയോളം സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. അങ്ങനെ നിരന്തരം ഒന്ന് പ്രാർത്ഥിച്ചാൽ തന്നെ ഉടമ്പടി ബേണാകാൻ തുടങ്ങും. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം. എന്ന് പറഞ്ഞ് ഈശോയോടും
ഈശോയെപ്പോലെ സ്നേഹിക്കാൻ എന്നെ പ്രാപ്തമാക്കണമേ. വായിക്കുമ്പോൾ ഈശോ ഓരോ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ദൈവസ്നേഹത്തെ കൈമാറിയെന്ന് കാണാം. ആദ്യം പറ്റത്തില്ലായിരിക്കും നിങ്ങൾക്ക്, ചിലപ്പോൾ എനിക്കും പറ്റി കാണത്തില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇങ്ങനെയല്ലല്ലോ ഈശോ ആയിരുന്നെങ്കിൽ, ഈ സിറ്റുവേഷനെ ഈശോ ആയിരുന്നു കൈകാര്യം ചെയ്തെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ലല്ലോ കൈകാര്യം ചെയ്യണമെന്ന് ഓർക്കുമ്പോൾ നമുക്ക് പശ്ചാത്താപം ഉണ്ടാകണം. ഈശോയെ പോലെ ജീവിതം പുനഃക്രമീകരിക്കാൻ നോക്കി നമ്മളൊരു നിരന്തര പശ്ചാത്താപത്തേക്കാണ് വരണത്. അല്ല കുറച്ച് പാപത്തെക്കുറിച്ച് ദുഃഖം തോന്നി കുമ്പസാരിച്ചു, അത് സാങ്കേതികമായി പാപക്ഷമൊക്കെ മേടിച്ചു, അതിൻ്റെ ഭാഗമായി വന്ന് ഈശോയെ സ്വീകരിച്ചു. ഇതിൻ്റെ ഒരു കൗതാശികമായ ഈ നടപടിക്രമത്തിൻ്റെ അപ്പുറത്ത് ഈശോയെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച് ഈശോയുടെ വചനങ്ങൾക്ക് അനപേക്ഷണീയമായി ജീവിതം നമ്മൾ പുനഃക്രമീകരിക്കാൻ വേണ്ടിയുള്ളൊരു ത്വര നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ തന്നെ ഉടമ്പടി പെട്ടെന്ന് ബേണാകാൻ തുടങ്ങും. എനിക്ക് തോന്നണത് നിങ്ങൾ ഇപ്പോഴും പലരും ചെയ്യണത് ഉടമ്പടിയുടെ നമ്മുടെ ഈ മനുഷ്യരുടെ ആ ഭാഗത്തു നിന്നാണ് കാര്യങ്ങൾ കൂടുതൽ സെറ്റാക്കാൻ നോക്കണമെന്ന് തോന്നണം. ഉടമ്പടിയുടെ ബി പാർട്ടിലാണ് അതിൻ്റെ മുഴുവൻ ജീവനിരിക്കുന്നത്. കർത്താവിൻ്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് ദൈവസ്നേഹത്തെ പ്രതി നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ വേണ്ടി, അതുകൊണ്ടാണ് നിങ്ങൾ എത്ര കഷ്ടപ്പാടാണെന്ന് പറഞ്ഞാലും ഞാൻ പറയും നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം. എൻ്റെ അച്ഛൻ ഞാൻ എങ്ങനെ ചെയ്യാനാ? എൻ്റെ വീട്ടിൽ തന്നെ 3 രോഗികളുണ്ട്, 30 രോഗികളുണ്ടായാലും ഞാൻ പറയും അതൊക്കെ ശരി, അത് നിങ്ങളുടെ കടമയാണ്, നിങ്ങൾ പുറത്ത് പോയി ശുശ്രൂഷ ചെയ്യണമെന്ന് പറയും. അങ്ങനെ പറയത്തുള്ളൂ. എൻ്റെ വീട്ടിൽ തന്നെ 3 രോഗികളുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറയും അതൊക്കെ ശരി, അത് നിങ്ങളുടെ കടമയാണ്. പക്ഷെ നിങ്ങൾ പുറത്ത് പോയി ആശുപത്രിയിൽ പോയി എക്സ്ട്രാ രോഗികളെ കാണണമെന്ന് പറയും. എന്താ കാര്യം? നിങ്ങൾക്ക് അതിനുള്ള സ്നേഹത്തിൻ്റെ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ പോകും. അപ്പോൾ ദൈവത്തിന് തോന്നും നിങ്ങൾ ട്രൂ ആണെന്ന് തോന്നും, സത്യമാണ്, ഡ്യൂപ്ലിക്കേറ്റ് അല്ലെന്ന് തോന്നും. എൻ്റെ മക്കളെ, എപ്പോഴും നമ്മുടെ മുമ്പിൽ ഉടമ്പടി ഉയർത്തുന്ന വെല്ലുവിളി എന്താണെന്നറിയാവോ? ഉടമ്പടി ഉയർത്തുന്ന വെല്ലുവിളി നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് അല്ല എന്ന് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ദൈവത്തെ തെரியപ്പെടുത്തുന്നതാണ് എൻ്റെ വെല്ലുവിളി. മനസ്സിലായോ? നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് അല്ല, സത്യസന്ധമായിട്ടാണ് ഉടമ്പടിയിൽ ദൈവവുമായിട്ട് കൈ കൊടുത്തിരിക്കണമെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തുന്നതിനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്. നിങ്ങൾ അച്ഛൻ പറയുന്ന ഈ ചാലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ദൈവം ആരാണെന്ന് നിങ്ങൾക്കറിയാവില്ല. ഉടമ്പടിയിൽ ദൈവത്തിനൊരു പഞ്ഞവുമില്ലാത്ത ഒരു പദ്ധതിയാണ് ഉടമ്പടി പോലെ. ഇന്ന് വരെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാതാവ് ഒരു വ്യക്തിയുടെ ബസ്സിലിരുന്ന് അവളുടെ കൂടെ യാത്ര ചെയ്യുകയാണ്. രാത്രിയും പകലും അല്ലാതെയും എപ്പോഴും ദൈവം കൂടെ സഞ്ചരിക്കുക. അപ്പോൾ ഇതിന് വല്ലാത്ത നമുക്ക് നമ്മുടെ മുമ്പിൽ അതായത് കഴിഞ്ഞ 2000 വർഷങ്ങൾക്കുള്ളിൽ മനുഷ്യരെ ഉണ്ടായിട്ടുള്ള ദൈവാനുഭവങ്ങളെക്കാളെല്ലാം കവച്ച് വെക്കുന്ന ദൈവാനുഭവങ്ങളുമായിട്ടാണ് ഓരോ ദിവസവും കൃപാസനം കവാടം തുറക്കണത്. ജനങ്ങളുടെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും കേൾക്കാൻ വേണ്ടി നമ്മളെ ഞെട്ടിച്ചുകൊണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ ആർക്കാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ? വെള്ളി ഇൻവെസ്റ്റ് ചെയ്യുന്നവർ വെള്ളിയാണ് കരസ്ഥമാക്കുന്നത്, സ്വർണ്ണം ഇൻവെസ്റ്റ് ചെയ്യുന്നവർ സ്വർണ്ണം കരസ്ഥമാക്കും. അപ്പോൾ ആർക്കാണ് കപ്പാസിറ്റി? ഇതിനിടയ്ക്ക് കുറേ പൊട്ടന്മാരുമുണ്ട്, പൊട്ടികളും വന്നിട്ട് ചുമ്മാ എന്തെങ്കിലും പരീക്ഷ പാസ്സാകാനോ വല്ല വസ്തു വിൽക്കാനോ വന്ന് എന്തെങ്കിലും കാണിച്ചു കൂട്ടി 2-3 പത്രം മേടിച്ച് ഈ വിളവാദം പിടിച്ചവരെ പോലെ എവിടെയെങ്കിലും കൊടുത്തിട്ട് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലിയിരിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് അവരെക്കുറിച്ചൊന്നും പറയാനില്ല. അവരെടുത്ത് പോയിക്കോട്ടെ, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റ അവർ ചെയ്യട്ടെ. പക്ഷേ ഇവിടെ ഉടമ്പടി ആഘോഷിക്കുന്നത് അവരല്ല. ഉടമ്പടി ആഘോഷിക്കുന്നത് ദൈവമായിട്ടാണ് ഞാൻ കൈ കൊടുത്തിരിക്കണമെന്ന് ഈ അൾത്താരെ ചവിട്ടുമ്പോൾ അമ്മ തോണ്ടിക്കൊണ്ട് പറയും, നീ ഞാനുമായിട്ട് ഇടപാട്, അപ്പായുമായിട്ടാണ് ഉടമ്പടി, ഞാനാണ് മധ്യസ്ഥെന്ന് പറയും. എന്ന് പറയുന്നവൻ കരഞ്ഞും കൂവിയും നിലവിളിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അവൻ പോകുമ്പോഴെല്ലാം അവൾ പോകുമ്പോഴെല്ലാം ദൈവം ഒരു നിഴല് പോലെ അവളുടെ കൂടെ കൂടും. എന്താണ് അത്? ഡ്യൂപ്ലിക്കേറ്റ് അല്ലെന്ന് ദൈവം പറഞ്ഞുകൊണ്ടിരിക്കണേ. അവർ പറഞ്ഞത് ഇതാണ്, എനിക്ക് ഒരു ദിവസം
ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അത് ശരിയാ. ഹസ്ബൻഡ് മരിച്ചു, അദ്ദേഹത്തിനായിരുന്നു എല്ലാ ബന്ധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതും അദ്ദേഹമാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോണത്. ആ കണക്ഷൻസ് എല്ലാം പോയി. അപ്പോൾ എനിക്ക് ഒരു ദിവസം ഈ കുടുംബം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി ഞാനെന്നാണ്. അപ്പോൾ എന്താ ചെയ്തിരിക്കണവർ? അങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഇനിയിങ്ങനെ പോകാൻ പറ്റത്തില്ലല്ലോ, സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായി. ഇപ്പം നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല. ഒരു മത്സ്യം ശ്വാസം എടുക്കാൻ ഓക്സിജൻ വെള്ളത്തിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മൂക്കും കൊണ്ട് മോളി വരും. മോളി വന്നിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. അന്തരീക്ഷത്തിൽ നിന്ന് ഇങ്ങനെ വലിച്ച് അവസാനം കിട്ടാണ്ട് തളർന്ന് അതങ്ങ് മുങ്ങിച്ചത്തു പോകും. അപ്പോൾ അങ്ങനെ മുങ്ങിച്ചത്തു പോകേണ്ട അവസ്ഥ ഈ അർച്ചന ജിമ്മിക്ക് വരും. ഓക്സിജൻ മോളിലുമില്ലാത്ത അവസ്ഥ വരും. അങ്ങനെ വന്നാണ് അവർ പിടിവള്ളി പോലും. ഇവർ കാഷ്വാലിറ്റിയില്ല, അപകടം വന്ന് കാഷ്വാലിറ്റിയിലായിപ്പോയി. അവരുടനെ അവർക്ക് കിട്ടണ ഉടമ്പടി എടുക്കുമ്പോൾ കിട്ടണ ഫസ്റ്റ് എയ്ഡ് എന്താണ്? എൻ്റെ ടെൻഷൻ മറന്നുപോയെന്ന് ഞാൻ. പ്രൈസ് ദി ലോർഡ്. അതാണ് സംഭവം, വേറെ ഒന്നുമല്ല. ഇത്രയും നാൾ നമ്മളെ ടെൻഷൻ ചെയ്തുകൊണ്ടിരുന്ന സംഭവമില്ലേ, അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ലേ, അതാണല്ല പ്രശ്നം. നമുക്ക് വീടില്ല, അല്ലെ കടമുണ്ട്, കടക്കാർ നമ്മളെ വളയുന്നു, ജപ്റ്റ് ചെയ്യാൻ പോകുന്നു, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ മേൽഗതിയില്ല, ഇങ്ങനെ പല പല വിഷയങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കുകയില്ലേ. ടെൻഷൻ അടിക്കുന്ന ആ ടെൻഷൻ തന്നെ പെട്ടെന്ന് വൈപ്പ് ഔട്ടായി പോകും. നമ്മൾ പറയുന്ന കപ്പാസിറ്റിയിലല്ല ഉടമ്പടി പോണത്. ഇത് 11 kV കൂടി അങ്ങനെ പോവുകയാണ് സംഭവം. നമ്മുടെ ഈ കൈവയറിങ് സംഭവമൊന്നുമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് അറ്റൊക്കെ ചെയ്യാൻ പറ്റും. നിനക്കെപ്പോഴും പിശാച് നിന്നോട് പറഞ്ഞിരിക്കണമെന്നറിയാവോ? ഞാൻ ഉടമ്പടി എടുത്താലും പിന്നെ ഞാൻ തന്നെ ഇതെല്ലാം ചെയ്യണ്ടേ, ഞാൻ തന്നെ ഇതെല്ലാം അഭിമുഖീകരിക്കണ്ടേ. അപ്പോൾ എന്താ പറയണത്? നീ അഭിമുഖീകരിക്കണ്ടെന്നാ പറയണത്. എന്താ കാര്യം? നിൻ്റെ മനസ്സിനെ ദൈവം ഉടനെ ദൈവത്തിൻ്റെ മനസ്സ് പോലെയാകും. ദൈവത്തിന് ടെൻഷനില്ലല്ല, അതാ സംഭവം. നിൻ്റെ മനസ്സിനെ, അതാ അച്ഛനെ ജിമ്മി പറയണത്, എൻ്റെ ടെൻഷൻ പോയെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ മനസ്സ് പോലെയായി, ആന്തരിക അഭിഷേകമായി. ഈ ഉടമ്പടി എനിക്ക് തോന്നിയിരിക്കണത് ഇത് ഏറ്റവും എൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിൽ ഇതിൻ്റെ ഏറ്റവും പ്രസൻ്റായിട്ടൊരു റിസൾട്ട് എന്ന് പറയുന്നത് ഈ ആന്തരിക അഭിഷേകമാണ്. അതായത് നമ്മളുടെ വിഷയങ്ങൾ ദൈവം സെറ്റ് ചെയ്യുന്നവരെ, ദൈവം നമ്മളെ സെറ്റ് ചെയ്യും. ആദ്യം എന്താണ്? ടെൻഷൻ അടിക്കാൻ പറ്റാത്തൊരു ഹൃദയം നിനക്ക് തരും. അതാണ് ഞാൻ പുതിയ ഹൃദയം തരും എന്നൊക്കെ പറയണില്ലേ. ജെറമ്യ 36 എസെക്കിയേൽ 11:19 അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും, ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും. അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസള ഹൃദയം ഞാൻ കൊടുക്കും. അതായത് പുതിയ ഹൃദയം എന്ന് പറയണത് ഇപ്പം തന്നെ അർച്ചന ജിമ്മിയുടെ ഹൃദയം പുതിയതായി. എങ്ങനെ പുതിയതായതാണ്? അവർക്ക് അവിടെ ഹസ്ബൻഡ് മരിക്കുമ്പോൾ അതൊക്കെ അറിയാമല്ലോ, ഒരു ജീവിത പങ്കാളി മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വെയിറ്റേജ് നമുക്ക് ചില ആൾക്കാരുണ്ട്. ഞാനൊരു ദിവസം എൻ്റെ ഇടവകയിൽ ഒരു മരിപ്പ് അറിഞ്ഞാണ് ചെല്ലുന്നത്. അപ്പോൾ എൻ്റെ ഇടവകയിൽ ഇരിക്കുന്ന സമയത്ത് കൈക്കാരനൊന്നും അല്ലെങ്കിലും അദ്ദേഹത്തിന് പള്ളിയോടും എന്നോടും ഒക്കെ ഭയങ്കര കൂറുള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹം മരിച്ചു എന്ന് ഞാൻ എൻ്റെ യാത്രയിൽ അറിഞ്ഞപ്പോൾ ഞാൻ വണ്ടി വളച്ച് തിരിച്ച് നേരെ അദ്ദേഹത്തിൻ്റെ ബോഡി കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ആകപ്പാടെ വിഷമിച്ചു പോയി. തൈക്കൽ എന്ന് പറയും, ചേർത്തല പടിഞ്ഞാറ്. അവിടെ 2 പെട്ടിയിലിരിക്കണത്. ഞാൻ 2 പെട്ടിയാ? എനിക്ക് ഒന്നും മനസ്സിലായില്ല. അപ്പോഴെന്താണ്, അദ്ദേഹം മരിച്ചു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് കണ്ടിട്ട് ഭാര്യ മരിച്ചു അവിടെ വെച്ച്. അതെന്നോട് പറഞ്ഞില്ല. 2 പെട്ടിയും കൂടി കിടക്കേ, ഒരു ടേബിളെ. ഒരു വല്ലാത്ത കാഴ്ചയായിരുന്നു എനിക്കത്. അപ്പം ചിലർക്കത് താങ്ങാൻ പറ്റത്തില്ല. അർച്ചന ജമ്മിയുടെ അത്തരം ഹൃദയങ്ങളെ കർത്താവ് ചേഞ്ച് ചെയ്യുകയാണ്. ഒരു പുതിയ ഹൃദയം എന്താണ്? അതായത് ഈശോയ്ക്ക് എപ്പോഴും പണ്ട് മുതലുള്ള പരിപാടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് എന്താണ് നഷ്ടപ്പെട്ടതോ, ആരെയാണ് നഷ്ടപ്പെട്ടതോ, അതുകൊണ്ട് നിനക്കുണ്ടായ ആഘാതങ്ങളെ
ആവിയും പുകയും ഏൽപ്പിക്കാത്ത രീതിയിൽ ദൈവത്തെ വെച്ച് സെറ്റ് ചെയ്യും. അത് ദൈവത്തെ വെച്ച് സെറ്റ് ചെയ്യും. അതുകൊണ്ടാണ് കർത്താവാണ് നിൻ്റെ ഭർത്താവ്, ദൈവമായ കർത്താവ് എന്നാണ് അവൻ്റെ പേരെന്നൊക്കെ പറയണത്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. യെശയ്യാ 54:5 നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. ഒന്ന് പറഞ്ഞേ, നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും. ഈശോയ്ക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? അതായത് നിന്റെ ജീവിത പങ്കാളി പോയാൽ ആ സ്പേസിൽ അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്ത് നിനക്കുണ്ടായിരുന്നതിനേക്കാൾ ശക്തിയും സപ്പോർട്ടും പിന്തുണയും നൽകിക്കൊണ്ട് ആ സിറ്റുവേഷൻ്റെ ആവിയും പുകയും പൊള്ളലും ഏൽപ്പിക്കാതെ ഐസയ്യാ 43:2 അനുസരിച്ച് കൊണ്ട് വർക്കൗട്ട് ചെയ്യാം. എന്താണ്? അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങുകയില്ല. വെള്ളത്തിലൂടെ പോകും, വെള്ളം നിന്നെ മുക്കുകയില്ല. കൈയടിച്ച് ശ്രുതികട്ടെ. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ എൻ്റെ യേശുവേ ദിവ്യകാരുണ്യമേ നിത്യ സ്നേഹമായ എന്നിൽ നീ വന്നു വാഴണേ. എൻ്റെ യേശുവേ ദിവ്യകാരുണ്യമേ നിത്യ സ്നേഹമായ എന്നിൽ നീ നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോവുകയില്ല എന്നല്ല, കടന്നു പോകും. ദൈവത്തിൻ്റെ പാക്കേജിലുള്ളത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ അഗ്നിയിലൂടെ നടക്കും, പുഴയിലൂടെ പോകും, സമുദ്രത്തിലൂടെ പോകും. ഇങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ കാലാവസ്ഥകളുടെ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകും. പക്ഷെ കടന്നു പോകുമ്പോഴും എന്താണ്? ദർ ഇസ് എ പാക്കേജ്. അത് കവനൻ്റൽ പാക്കേജാണത്. എന്താണ്? അത് തീ നിന്നെ പൊള്ളിക്കുകയില്ല, തീ നിന്നെ പൊള്ളിക്കുകയില്ല, സമുദ്രം നിന്നെ വിഴുങ്ങുകയില്ല. ദാറ്റ് മീൻസ് ഇങ്ങനെ പൊള്ളലുണ്ടാകുന്ന അനുഭവത്തിലൂടെ കടന്നു പോയാലും നിന്നെ പൊള്ളിക്കാതെ കൊണ്ടുപോകാൻ നിന്റെ കർത്താവ് പ്രാപ്തനാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. വായിക്കുമ്പോൾ നിങ്ങളൊരു ഭാഗം എടുത്ത് വായിച്ചു, കഥ വായിക്കണപ്പോൾ കഥ വായിച്ചു, അത് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ മുത്തി എവിടെയെങ്കിലും ഭാഗത്ത് വെച്ചു. ഇത് ആർക്കും പറ്റും? ബൈബിൾ വായിക്കാൻ ഉദ്ദേശിക്കുന്ന അങ്ങനെയല്ല. ബൈബിള് ഈ ഭൂമുഖത്ത് മനുഷ്യന് കൊടുക്കുന്ന ഒരു ദൈവാനുഭവത്തിൻ്റെ സാധ്യതയുണ്ട്. അത് നിൻ്റെ അഗ്നി അനുഭവങ്ങളിലും പൊള്ളലനുഭവങ്ങളിൽ പോലും സ്തുതിക്കാൻ പറ്റുന്ന ഒരു ഹൃദയം നിനക്ക് തരാൻ പറ്റിയ ദൈവത്തിനോടടുത്താണ് നീ, ഒട്ടിയാണ് നീ ബൈബിൾ വായിക്കുമ്പോൾ ഇരിക്കണം എന്നുള്ള ബോധം ഉണ്ടാകണം. ടേക്ക് ദ വേർഡ് ഓഫ് ദാനിയേൽ 3:23. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തുതി യേശുവേ, ആരാധന ആരാധന. ദാനിയേൽ 3:23. ഷദ്രാക്ക്, മെഷാക്ക്, അബ്നെഗോ എന്നീ 3 പേരും ബന്ധിതരായി ജ്വലിക്കുന്ന തീച്ചൂളയിൽ പതിച്ചു. അവർ ദൈവത്തിന് കീർത്തനം ആലപിച്ചുകൊണ്ടും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടും തീജ്വാലകളുടെ മധ്യേ നടന്നു. അതായത് ഈ ദാനിയേലിനെ അവിടുത്തെ നെബൂഖദ്നേസർ രാജാവ് അഗ്നിയെ ഇട്ട് ശിക്ഷിക്കുന്ന ഭാഗമാണ്. പക്ഷെ ദാനിയേൽ എന്നാ ചെയ്തുകൊണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദാനിയേലെ ദൈവത്തിൻ്റെ പ്രവാചകൻ
ദൈവത്തിനെ അല്ലാത്ത വസ്തുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പ്രാർത്ഥിക്കരുത്, യഹോവയോട് പ്രാർത്ഥിക്കരുതെന്ന് പറയുന്ന സമയത്തും ദാവീദ് കിലോമീറ്റർ അകലെ തൻ്റെ കൂടാരത്തിൽ കിളിവാതിലുണ്ടാക്കി ജെറുസലേമിൻ്റെ ദേവാലയം നോക്കിക്കൊണ്ട് ഒറ്റക്ക് പ്രാർത്ഥിച്ച മനുഷ്യനാണ്. ഈ വെറുതെ ഇങ്ങനെ അഗ്നിയിലൂടെ നടന്നാൽ അഗ്നി വിഴുങ്ങത്തില്ലെന്നല്ല, ദൈവത്താൽ വിഴുങ്ങപ്പെടുന്ന മനുഷ്യരുണ്ട്. ദൈവത്താൽ വിഴുങ്ങിയവനെ അഗ്നി വിഴുങ്ങാൻ പറ്റത്തില്ല. ദൈവത്താൽ വിഴുങ്ങിയവനെ, നമ്മൾ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്താൽ വിഴുങ്ങപ്പെടുന്ന ഒരു പദ്ധതിയാണ്. നിങ്ങൾ രോഗികളെ കാണാൻ പോകുമ്പോൾ ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ലവ്, ഇൻറ്റൻസി ലവ്. ദൈവത്തോടുള്ള തീവ്രമായ സ്നേഹത്താലാണ് നിങ്ങൾ രോഗികളെ കാണാൻ പോകുന്നത്. ഞാൻ നിങ്ങളെ പറഞ്ഞു, നിങ്ങളെ വീട്ടിൽ രോഗികളുണ്ടെങ്കിലും മറ്റു രോഗികളെ പോയി കാണുന്നത് എന്താണ്? അത് ദൈവത്തോടുള്ള സ്നേഹത്താലാണ്. മഴ കൊണ്ടും മഴ നനഞ്ഞുകൊണ്ടും വെയിൽ കൊണ്ടും ഒക്കെ കൃപാസനം പത്താൻ പ്രാർത്ഥിച്ചു കൊടുക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ഒരു തീഷ്ണതയുണ്ട്. അവർ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തീഷ്ണതയാൽ വിഴുങ്ങുന്നു. ഏലിയ, വാട്ട് യു ആർ ഡൂയിങ് ഹിയർ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ മുമ്പിൽ ദൈവം അറിഞ്ഞുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണത്. ഏലിയ എന്താണ് ചെയ്യണ ഗുഹയ്ക്കുള്ളിലിരുന്നുകൊണ്ടാണെന്ന് ദൈവത്തിന് അറിയാം. അവൻ തീഷ്ണതയുള്ളവനാണ്. പക്ഷെ തീഷ്ണതയുള്ളവൻ്റെ വായിൽ നിന്ന് അത് കേൾക്കാൻ ദൈവം കൊതിക്കുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? രാജാക്കന്മാർ 19 ശ്രദ്ധിക്കട്ടെ. 19 ഏലിയ ഉത്തരം പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതായത് തീഷ്ണതയാൽ ജ്വലിക്കുന്നു. ഏലിയാവിൻ്റെ കാലം കഴിയുമ്പോൾ കർത്താവും ദേവാലയം ശുദ്ധീകരിക്കാനുള്ള കാരണം എന്താണ്? അവൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിയിരിക്കുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 69 സങ്കീർത്തനം 69:9 തിരുവചനം. അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞ അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിയിരിക്കുന്നു. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയാണ് ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത. അത് സങ്കീർത്തനം പറയണത്, കർത്താവേ അങ്ങയുടെ ആലയത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറഞ്ഞു. ശരിയായി സംയോജിപ്പിച്ചിരിക്കുന്ന നഗരമായ ജെറുസലേമേ, നിന്നെക്കുറിച്ച് ഓർത്തപ്പോൾ തന്നെ എൻ്റെ കാലുകൾ നിൻ്റെ പടുവാതിക്കൾക്ക് ഊന്നിയിരിക്കുന്നു. കൈയിടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. വായിച്ചോളൂ. 122 സങ്കീർത്തനം. കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാം. പറഞ്ഞേ, ഏറ്റു പറഞ്ഞേ. കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാം അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ജെറുസലേമേ, ഇതാ ഞങ്ങൾ നിന്റെ കവാടത്തിനുള്ളിൽ എത്തിയിരിക്കുന്നു. നന്നായി പണിതിണക്കിയ നഗരമാണ് ജെറുസലേം. അതിലേക്ക് ഗോത്രങ്ങൾ വരുന്നു. കർത്താവിന്റെ ഗോത്രങ്ങൾ ഇസ്രായേലിനോട് കൽപ്പിച്ചതുപോലെ കർത്താവിന്റെ നാമത്തിന് കൃതജ്ഞതയർപ്പിക്കാൻ അവർ വരുന്നു. അവിടെ ന്യായാസനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ദാവീദിന്റെ ഭവനത്തിന്റെ ന്യായാസനങ്ങൾ. ജെറുസലേമിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് ഐശ്വര്യമുണ്ടാകട്ടെ. സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് ഐശ്വര്യം പ്രാപിക്കട്ടെ. എന്തൊരു സന്തോഷമാണ്, എന്തൊരു ദൈവസ്നേഹമാണ്. അതായത് ജെറുസലേം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. കർത്താവിൻ്റെ ആലയത്തിലേക്ക് ഞങ്ങൾ പോകാം എന്ന് ചിന്തിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സ് അവിടെ എത്തിയതുപോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സങ്കീർത്തകൻ്റെ സന്തോഷം ഭയങ്കരമാണ്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, ദൈവത്തെക്കുറിച്ചുള്ള ഉടമ്പടി ചെയ്യുമ്പോൾ, നിങ്ങൾ ചെയ്യണ മുമ്പ് തന്നെ ഈ ഒരു സ്നേഹത്തിൻ്റെ തലങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ബോധമുണ്ടാകണം. അല്ലെങ്കിൽ അവിടെ ഇങ്ങോട്ട് ആലപ്പുഴ പോകാം, അവിടെ ഒരു മാതാവുണ്ട്, അവിടെ കൊണ്ട് അപേക്ഷ എഴുതിയിട്ടാൽ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിരിക്കണമല്ലേ. അങ്ങനെ കുറേ കാണ്ടാമൃഗങ്ങൾ വന്നിട്ടുണ്ട്.
അതല്ല സംഭവം. നിങ്ങൾ ദൈവം സ്നേഹിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ജന്മത്തിൽ ഈ ആയുസ്സിൽ വിളിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഹസ്ബൻഡ് നഷ്ടപ്പെട്ടോ, നിങ്ങളുടെ കുടുംബത്തിൽ മക്കൾ കഞ്ചാവിന് അടിമയായോ, അതൊന്നുമല്ല പ്രശ്നം. പ്രശ്നം എന്താണ്? അതൊരു പ്രശ്നമേ അല്ല. അതൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് ഈ മണ്ണിൽ മാറിയ ചരിത്രമാണ് കൃപാസനത്തിൻ്റെ ചരിത്രം. അതല്ല ഇവിടുത്തെ വിഷയം. നമ്മുടെ പ്രശ്നം എന്താണ്? ദൈവത്തെ സ്നേഹിക്കാനുള്ള വിളി ലഭിച്ചിട്ട് ആ വിളി മനസ്സിലാക്കാത്ത പോലെയല്ലേ നമ്മുടെ പ്രശ്നം. ഇപ്പോഴെന്താ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത്? ഈ കവനൻ്റിലൂടെ, ഈ ഉടമ്പടിയിലൂടെ എൻ്റെ പൈതലെ, നീ ഇപ്പോൾ നിൻ്റെ ദൈവവുമായിട്ട് നിരപ്പാകാൻ പോകുന്നു. നീ ദൈവമായിട്ട് ധാരണയാകാൻ പോകുന്നു. നിന്റെ ദൈവത്തെ സ്നേഹിക്കാനുള്ള അവസരം നീ തിരിച്ചറിയുന്നു. അവസരം സ്നേഹിച്ചുകൊണ്ട് നീ തീഷ്ണതയായി ജ്വലിച്ചുകൊണ്ട് നീ ദൈവത്താൽ വിഴുങ്ങപ്പെടാൻ പോകുന്നു. മറ്റാരും നിന്നെ വിഴുങ്ങാൻ പറ്റാത്ത രീതിയിൽ ദൈവത്താൽ വിഴുങ്ങപ്പെടാൻ വേണ്ടി ദൈവം ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു. ദാറ്റ് ഈസ് കവനന്റ്. അതാണ് ഉടമ്പടി. ശ്രുതികട്ടെ ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കാൻ ആ സ്നേഹത്തിൻ്റെ തീഷ്ണ ജ്വലിച്ചുകൊണ്ട് നിന്റെ സത്യസന്ധത വെളിവാക്കിക്കൊണ്ട് ദൈവത്തെ, ഈ ലോകത്തെ ജയിക്കാൻ ദൈവത്തിൻ്റെ സ്വർഗീയ സംവിധാനമാണ് ഉടമ്പടി. ശ്രുതികട്ടെ ഹല്ലേലൂയ. അർച്ചനാജീവി പിന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ രസകരമാണ്. ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അതായത് ഞങ്ങൾക്ക് കുറേ കടങ്ങൾ ഉള്ളതാണ് ബാങ്കിൽ. ഇപ്പോൾ 2 മക്കളുണ്ട്. 2 മക്കൾക്കും വിദേശത്ത് പോയി പഠിക്കണം. അപ്പോൾ ആദ്യത്തെ കടമ്പ IELTS ആണ്. അത് 5, 6, 10 പ്രാവശ്യമൊക്കെ ആൾക്കാർ എഴുതണത്. പിന്നത്തെ കടമ്പയെന്ന് പറയണത് പണമാണ്. അതിനും കുറേ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചാണ് ആൾക്കാർ 10-20 ലക്ഷം രൂപയൊക്കെ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഓരോ വിഷയത്തിനും ജനങ്ങൾ വല്ലാതെ കഷ്ടപ്പെട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യണത്. ഈ ഒത്തിരി കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നിങ്ങളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, കർത്താവല്ലാതെ ചെയ്യണത് നിങ്ങളാണെന്ന് ഓർത്തേക്കണം. അത് ഉടമ്പടി അനോയിൻറ്റിങ് ലെവലിലായിട്ടില്ല. ഇപ്പോഴും മസ്കുലർ മാനുവൽ ലെവലിൽ കിടക്കുകയാണ്. ഉടമ്പടിക്ക് 2 ലെവലുണ്ട്. ഒന്ന് അനോയിൻറ്റിങ് ലെവൽ, അവിടെ നമ്മളൊന്നും ചെയ്യേണ്ടി വരത്തില്ല, അത് കർത്താവ് തന്നെ ചെയ്യും. മകൻ ഒറ്റ പ്രാവശ്യം പോയി IELTS എഴുതി, അപ്പം തന്നെ ജയിച്ചു. ശ്രുതികട്ടെ ഹല്ലേലൂയ. അതിൻ്റെ പൈസ സെറ്റാകാനും ഒരു തടസ്സമില്ല. അതായത് അവൻ ജയിച്ചെന്ന് കേട്ടപ്പോൾ തന്നെ നാട്ടുകാരും വീട്ടുകാരും, ഒരു ഭർത്താവിനൊരു സ്നേഹിതരുണ്ടായിരുന്നു, അവൻ ചോദിച്ചും പിടിച്ച് വന്ന് പറഞ്ഞു, മകനെ വിടുന്നില്ലേ, കാശ് ഞാൻ തരാമെന്ന് പറഞ്ഞു. സിമ്പിൾ, എല്ലാം സിമ്പിൾ. നോക്കിയേ, ഇതിന് മസിലില്ല, മാനുവലില്ല, എല്ലാം എന്താണ്? ദൈവം നേരിട്ട് നിന്ന്, അതായത് ഈശോ നേരെ വീട്ടിൽ വന്നിട്ട് നിർത്തി, നമ്മൾ നിർത്തി കാര്യസ്ഥനായിട്ട് വന്നിട്ട് നിന്ന് ചെയ്യിക്കും. അവിടെ പോയി നിന്നിട്ട് കാര്യങ്ങൾ ചെയ്യിക്കും. ഇവളെ പിന്നെ 3ാമത് കാര്യം പറഞ്ഞ കാര്യമുണ്ട്, എൻ്റെ മനസ്സ് മാറിപ്പോയെന്ന്. അവസാനം ഉടമ്പടി അവസാനിപ്പിക്കണം അങ്ങനെയാണ്. എൻ്റെ ഇളയ മകനെയും കർത്താവ് അങ്ങനെ തന്നെ സെറ്റ് ചെയ്തു. ഇപ്പോഴെന്താണ്? എൻ്റെ ശമ്പളം കൂടി, എൻ്റെ മനസ്സും മാറിപ്പോയെന്ന്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഇതൊന്നും ഏക്കാത്തൊരു മനസ്സ് കർത്താവ് കൊടുത്തവർക്ക്, ഇതൊന്നും ഏക്കാത്ത ഒരു മനസ്സ്. നമ്മൾ എസെക്കിയേൽ 36 എടുത്ത് ശ്രുതികട്ടെ ഹല്ലേലൂയ. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. പറഞ്ഞേ, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. എൻ്റെ മക്കൾ, ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് അനോയിൻറ്റഡ് ഹാർട്ടാണ്. നമ്മൾ അനുഭവത്തിലേ
ദൈവവചനത്തിൻ്റെ അനുഭവത്തിൽ അതെങ്ങനെയാണെന്നാണ്. ദൈവവചനത്തിൻ്റെ അനുഭവത്തിലെന്ന് പറയുമ്പോൾ നമുക്ക് ഇതേ വേവ് ലെങ്തിൽ ദൈവാനുഭവം പ്രാപിച്ചവരുടെ പ്രതികരണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ഒരു ഹൃദയം ഇവർക്ക് വെച്ച് കൊടുക്കും ദൈവം. ഈ ഒരു പുതിയ ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താ? പഴയ ഹൃദയം, മാംസമായ ഹൃദയം, ശിലാതുല്യമായ ഹൃദയം എന്ന് കഴിഞ്ഞാൽ എല്ലാത്തിനോടും നമുക്ക് നിരാശ, സങ്കടം, ദേഷ്യം, അരിശം, കോപം ഇങ്ങനെയൊക്കെ തോന്നുന്ന അതായത് ശിലാതുല്യമായ ഹൃദയം അതെന്ത് ചെയ്യും? എടുത്തു മാറ്റുമെന്നാണ്. അപ്പം നിൻ്റെ കോപം മാറണില്ല, നിൻ്റെ എടുത്തുചാട്ടം മാറണില്ല, മുൻകോപം മാറണില്ല എന്നൊക്കെ നീ പറയല്ലേ. നമുക്ക് വേണമെങ്കിൽ യമനിയമ, ആസന, പ്രാണായാമ, പ്രത്യാസ, നിത്യാസ, സമാധിയിലൂടെ ഒരു വേണമെങ്കിൽ നമുക്ക് മാനുഷികമായിട്ട് ഒരു ആധ്യാത്മിക യുദ്ധത്തിൽ ഏർപ്പെടുത്തുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ക്രമീകരിക്കാൻ പറ്റും. പക്ഷേ ദൈവികമായ കാര്യം ഈ മാനുവലല്ല നടക്കുന്നത്. ദൈവം തന്നെ എടുത്ത് മാറ്റുകയാണ്. ശിലാഹൃദയം എടുത്തു മാറ്റും. ഒരു സുപ്രഭാതത്തിൽ ദൈവം ആ സംഭവം എടുത്ത് മാറ്റും. കോപിക്കുന്ന സ്വഭാവം എടുത്ത് മാറ്റും, ദേഷ്യപ്പെടുന്ന സ്വഭാവം എടുത്ത് മാറ്റും, എടുത്തുചാട്ടത്തിൻ്റെ സ്വഭാവം എടുത്ത് മാറ്റും, വെറുപ്പിൻ്റെ സ്വഭാവം എടുത്ത് മാറ്റും, ദൈവം എടുത്ത് മാറ്റും. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ ഞാൻ ഉടമ്പടി എടുത്ത ദൈവ പൈതലാണ്. എന്റെ കോപിക്കുന്ന സ്വഭാവത്തെ, കഠിനമായ ഹൃദയത്തെ, പ്രതികാരമുള്ള ഹൃദയത്തെ, ദേഷ്യമുള്ള ഹൃദയത്തെ എടുത്തു മാറ്റണമേ. എന്നിൽ അങ്ങയുടെ ഹൃദയത്തെ, ദൈവഹൃദയത്തെ പുനഃസ്ഥാപിക്കണമേ. എസെക്കിയേല് 36:26 ദൈവഹൃദയത്താൽ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഉടമ്പടി എടുത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞങ്ങളിൽ നീ ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യെരമ്യാ 31:33 ശ്രുതികട. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെരമ്യാ 31:33 അതെ. കർത്താവ് അരുൾ ചെയ്യുന്നു, കർത്താവ് അരുൾ ചെയ്യുന്നു, ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും. ഞാൻ എന്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും. ഞാൻ അവരുടെ ദൈവവും അവർ എന്റെ ജനവും ആയിരിക്കും. എൻ്റെ മക്കളെ, ഇതാണ് പ്രശ്നം. അതായത് നമ്മൾ നേരത്തെ വായിച്ച ജെറമിയായുടെ എസെക്കിയേലിലെ 36:26 ശിലാഹൃദയം എടുത്ത് മാറ്റിയിട്ട് മാംസലമായ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയം നൽകുന്നു എന്നതിൻ്റെ അർത്ഥം അത് ഈ ജെറമിയ 31:33 എന്താ അത് കാര്യം? ദൈവത്തിൻ്റെ ഹൃദയം തന്നെ നമുക്ക് തരികയാണ്. അപ്പം നമുക്ക് വൈരാഗ്യം ഉണ്ടാകും. നമ്മൾ ആരെങ്കിലും വെറുപ്പ്, നമ്മളോട് വെറുപ്പ് ആരെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ശത്രുതയോടെ നമ്മളോട് എന്തെങ്കിലും ഉപദ്രവം ചെയ്താൽ നമുക്ക് വൈരാഗ്യം ഉണ്ടാകും. അതുപോലെ നമ്മൾ തിന്മ ചെയ്താൽ നമുക്ക് അവരോട് തിന്മ ചെയ്യാൻ തോന്നാം. അതുപോലെ ഓരോ തരത്തിലുമുള്ള അതെല്ലാം മാനുഷ്യമായ ഹൃദയമാണ്. ഇനി നമ്മളോട് എന്ത് ചെയ്താലും ദൈവത്തിൻ്റെ ഹൃദയം, ഞാൻ എൻ്റെ നിയമം അവരുടെ ഹൃദയത്തിൽ എഴുതി വെക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ഉടമ്പടി ചെയ്യുന്നതിന് ദൈവം പറയുന്ന വേറെ വാക്കാണ്. നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ചുരുട്ടിയിട്ടത് പ്രശ്നമല്ല. ദൈവം നേരിട്ട് നിന്റെ ഹൃദയത്തിൽ ഉടമ്പടി ചെയ്യാൻ വേണ്ടി നിൻ്റെ ഹൃദയം സമർപ്പിക്കണം. നീ മനസ്സിലായില്ലേ? നീ ഇവിടെ കൊണ്ടുവന്ന് ചുരുട്ടിയിടണ പ്രശ്നമല്ല ഇത്. ഇതിങ്ങനെ ചെയ്യണ മുമ്പ് തന്നെ നിൻ്റെ ഹൃദയത്തെ ദൈവ തിരുസന്നിധിയിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ എഴുതാൻ വേണ്ടി മാത്രം ദൈവം നിൻ്റെ ഹൃദയത്തെ ദൈവത്തിന് സമർപ്പിക്കണം. കർത്താവേ, ഞാൻ എൻ്റെ ഹൃദയത്തിൽ നീ എഴുതണം. എന്താണ്? ഹൃദയത്തിൽ എഴുതപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ വചനം നിൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെടുകയും ദൈവത്തിൻ്റെ ദൈവത്തിനോടുള്ള സ്നേഹത്താൽ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ ആ വാക്കിൻ്റെ അരൂപിയിൽ
കർത്താവിനോടുള്ള സ്നേഹത്താൽ കർത്താവിൻ്റെ വചനം പാലിച്ചു കഴിയുമ്പോൾ അവിടുത്തെ വചനങ്ങളാണ് നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നുള്ള അനുഭവത്തിൽ ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഉടമ്പടി ചെയ്ത് ദൈവം നമ്മൾ തമ്മിൽ ഉടമ്പടി ആയി കഴിയുമ്പോൾ എന്താ സംഭവിക്കണത്? അപ്പോഴാണ് നമുക്കിതൊന്നും ഫീൽ ചെയ്യത്തില്ല. അതിന് അഭിഷേക ഹൃദയം എന്ന് പറയണത്. നമുക്കൊന്നും ഫീൽ ചെയ്യത്തില്ല. ദൈവത്തിന് ഫീൽ ചെയ്യുമോ? ഇല്ല. അതായത് ദൈവത്തിന് വെറുപ്പ്, നമ്മൾ വെറുപ്പ് കാണിച്ചാൽ ദൈവത്തിന് ഫീൽ ചെയ്യുമോ? ഇല്ല. നമ്മൾ ദേഷ്യം കാണിച്ചാൽ ദൈവത്തിന് ഫീൽ ചെയ്യുമോ? ഇല്ല. അപ്പോൾ എന്താ ദൈവത്തിന് സ്നേഹം മാത്രമേ ഫീൽ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിനക്ക് സ്നേഹം മാത്രമേ ഫീൽ ചെയ്യത്തുള്ളൂ. അങ്ങനെ ഒരവസ്ഥ വരുമ്പോൾ നീ ദൈവവുമായിട്ട് പക്ക ഉടമ്പടിയിലായി, കംപ്ലീറ്റ് ഉടമ്പടിയിലായി. ഞാൻ എൻ്റെ ഇപ്പം ജെറമ്യ 31:33 ഞാൻ എൻ്റെ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിൽ എഴുതി വെക്കുമെന്ന് പറയുമ്പോൾ, എസെക്കിയേൽ 36:26 ഞാൻ നിനക്ക് പുതിയ ഹൃദയം തരുമെന്ന് പറയുമ്പോൾ രണ്ട് ഫലത്തിൽ ഒന്നാണ്. എന്താ കാര്യം? നിനക്ക് ദൈവസ്നേഹം നിറഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ ആ സ്നേഹത്താൽ കർത്താവിൻ്റെ വചനം എന്നെ സ്നേഹിക്കുന്നതിൻ്റെ വചനങ്ങൾ പാലിക്കുമെന്ന് പറഞ്ഞ 13:35 യോഹന്നാൻ്റെ സുവിശേഷം വർക്കൗട്ട് ചെയ്യാൻ. അതായത് ഉടമ്പടി എന്ന് പറയണത് ദൈവം നമ്മുടെ ഹൃദയത്തിൽ നിർവഹിക്കുന്ന ദൈവികമായ ഒരു ആലേഖന അഭിഷേക പദ്ധതിയാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഞങ്ങളുടെ ഉള്ളിൽ നിക്ഷേപിക്കണമേ നിന്റെ ഹൃദയം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ വേറെ ഒരു സാക്ഷ്യം ഉണ്ടായി. ആ സാക്ഷ്യത്തിൽ ദൈവത്തിൻ്റെ ഭാഗങ്ങളെല്ലാം കറക്റ്റാണ്, മനുഷ്യൻ്റെ ഭാഗങ്ങൾ കറക്റ്റല്ല. നമ്മളിപ്പോൾ പറഞ്ഞ വചനവുമായിട്ട് ഞാൻ ഇനി പറയാൻ പോകുന്ന സാക്ഷ്യങ്ങളെ നിങ്ങൾ കൂട്ടിവെക്കുമ്പോൾ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് പള്ളിക്കരയിൽ നിന്ന്, എറണാകുളം പള്ളിക്കരയിൽ നിന്ന് ലക്ഷ്മിയാണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. സാക്ഷ്യം ഇതാണ്: 26 വർഷമായിട്ട് അവർ പൊതുമേഖലാ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ്. ഗാർഡനർ പൂന്തോട്ടക്കാരായിട്ട് വർക്ക് ചെയ്യാണ് ഗവൺമെൻറ് സ്ഥാപനത്തിൽ. അപ്പോൾ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 12 കൊല്ലമായിട്ട് അവരുടെ അപ്പനും അമ്മയും തളർവാദം പിടിപെട്ട് വീട്ടിൽ കിടക്കുകയാണ്. 12 കൊല്ലമായിട്ട് അപ്പനും അമ്മയും തളർവാദം പിടിപെട്ട് വീട്ടിൽ കിടക്കുക. അപ്പം അവരെ നോക്കാൻ ആരും ഇല്ല. അമ്മയും കൂടി തളർവാദം വന്ന് വീണ് അപ്പനും അമ്മയും വീണ സ്ഥിതിക്ക് അപ്പം തന്നെ ആങ്ങളെയും ഭാര്യ അവിടെ നിന്ന് സ്കൂട്ടായി. അവിടെ തന്നെ അവരപ്പം പുറം വാതിലൂടെ വെരിയും ചാടി അവർ പോയി. കാര്യം അവർക്ക് ഇവിടെ ഉണ്ട്, അവരുടെ ജീവിതം പോകും. അപ്പനും അങ്ങനെ നോക്കി കഴിഞ്ഞാലേ അവരുടെ ജീവിതം പോകും. അതുകൊണ്ട് അവർ നാത്തും ഭാര്യയും മകനെയും പിടിച്ചുകൊണ്ട് സ്ഥലം വിട്ട്. പിന്നെ എന്ത് ചെയ്യും? അപ്പനും അമ്മയും ഇവരുടെ തലയിലായി. അതിനകത്ത് അവർക്ക് സങ്കടമൊന്നുമില്ല. പക്ഷെ സങ്കടമുള്ളത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജോലി ഈ അപ്പനെയും അമ്മയും നോക്കി നിന്നത് കാരണം സമയത്തും കാലത്തും ജോലിക്ക് പോയില്ല. പൂന്തോട്ടത്തിൽ കളകളൊക്കെ വളർന്ന് പൂക്കളൊന്നും വിടരണില്ല. ഗവൺമെൻറ് ഇവരെ പുറത്താക്കി, ജോലി പോയി. രണ്ടാഴ്ച കാശാച്ച് വരാൻ കണ്ട അപ്പനും അമ്മയും വീണു. അത് അവരെ നോക്കാൻ വേണ്ടി നിന്നപ്പോൾ ആങ്ങൾ ചാടിപ്പോയി ഭാര്യയുമായിട്ട്. പിന്നെന്താ സംഭവിച്ചത്? അങ്ങനെ പോയാലും ഞാൻ കുറ്റം പറയത്തില്ല. എന്താ കാര്യം? ആ സിറ്റുവേഷനിൽ അയാൾക്ക് ജീവിക്കാൻ പറ്റുന്ന ആർക്കും ജീവിക്കാൻ പറ്റുന്നേ പറയത്തുള്ളൂ. അത് അവരുടെ കാര്യം. എന്നാലും ഞാൻ അവർ പറഞ്ഞത് കൊണ്ട് പറയണതാ. അപ്പോൾ ഇവർ അപ്പനും അമ്മയും നോക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവർക്ക് വേലയുമില്ല, പണിയുമില്ല. ഉള്ളത് കൊണ്ടൊക്കെ ഇങ്ങനെ ഉരുട്ടി കൊണ്ടുപോവുകയാണ് കുടുംബം. എന്തൊരു കഷ്ടപ്പാടാന്ന് ചോദിക്കേ. അതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായി. ഇവിടെ ചേടത്തിനെ കല്യാണം കഴിച്ച് വീട്ടിൽ വണ്ടി ഇടിച്ച് ചേടത്തിയും ഭർത്താവും മരിച്ചു. അവർക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. ആ 3 കുഞ്ഞുങ്ങൾ കൂടി ഇവിടെ വന്ന് നിൽക്കണം ഇപ്പോൾ. അപ്പോൾ ഈ ഒരു ചേടത്തിയുടെ തലയിൽ തളർന്ന് കിടക്കുന്ന അപ്പനും അമ്മയും ചേടത്തിയുടെ 3 കുഞ്ഞുങ്ങളും ഇവരും ഉണ്ട്.
എങ്ങനെ ജീവിക്കും ഈ ഒരവസ്ഥ? ഈ ലോകത്ത് ഉടമ്പടി ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആത്മഹത്യ ചെയ്യേണ്ടി വരും. തമസമല്ല, അവരുടെ മുമ്പിൽ വേറെ വഴിയില്ല. അവർ വന്നു അമ്മയോട് പറഞ്ഞ് കാലക്കെട്ടി വീണ് ഉടമ്പടി എടുത്തപ്പോൾ അമ്മ ആ വിഷയം ഏറ്റെടുത്ത്. ഈ വിഷയം എങ്ങനെ ഏറ്റെടുക്കും? ഇപ്പോൾ അവസ്ഥ കണ്ടില്ലേ? ഈ വിഷയം എങ്ങനെ ഏറ്റെടുക്കും എന്നൊന്ന് ചിന്തിച്ചേ. അമ്മ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ അമ്മയ്ക്കറിയാമല്ലോ എന്താ ചെയ്യേണ്ടതെന്ന്. ഈ ഒരു സിറ്റുവേഷൻ വന്നാൽ അപ്പയും ഭാര്യയും, അതായത് അപ്പനും അമ്മയും തലവാരോട് വീട്ടിൽ കിടക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ചേച്ചിയുടെ ഭർത്താവ് ഭാര്യ മരിക്കുന്നു, അവരുടെ മക്കളും വന്ന് ഇവിടെ നിൽക്കുന്നു. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇവരെങ്ങനെ ചെയ്യാൻ പറ്റും? അമ്മ ആദ്യം ചെയ്ത കാര്യം എന്താ അറിയാമോ? ഉടമ്പടി എടുത്ത ഉടനെ എന്ത് ചെയ്ത് അവർക്ക് വെയിലും മഴയും കൊള്ളാത്തൊരു ജോലി കിട്ടിയെന്ന് അവർ പറയണത്. ഞാൻ ഗാർഡൻ ജോലി ചെയ്ത സമയത്ത് മഴയത്തും ജോലി ചെയ്യണ്ടേ? മഴയത്തും ജോലി ചെയ്യണം, അതുപോലെ തന്നെ വെയിലത്തും ജോലി ചെയ്യണം, ഗാർഡൻ ജോലി. അപ്പോൾ അവർക്ക് പ്രായമായി വരണമനുസരിച്ച് വെയിലും മഴയും കൊള്ളാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി, നീരിറക്കമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അമ്മ എന്ത് ചെയ്ത് ആദ്യമേ വെയിലും മഴയും കൊള്ളാത്ത ജോലി ആ സ്ഥാപനത്തിൽ തന്നെ ഓഫീസിനകത്ത് കൊടുത്തെന്ന്. പ്രൈസ് ദി ലോർഡ്. അമ്മയ്ക്ക് ഇതെല്ലാം കഴിയും, ഇതെല്ലാം അമ്മയുടെ കസ്റ്റഡിയിലുള്ള സംഭവങ്ങളാണ്. നിങ്ങളൊന്നും മര്യാദക്ക് നിന്നാൽ മതി ദൈവത്തിൻ്റെ മുമ്പിൽ. നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കാൻ നോക്കിയിട്ടാണ് കുഴപ്പം പറയണത്. നിങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധം പല ആൾക്കാർക്കും ഈ കിരിക്കിക്കുത്ത് കളിക്കാരുടെ ബന്ധമാണ്. നമ്മൾ 10 വെച്ച് എന്നിട്ട് നോക്കി നിൽക്കും, കട്ട ഒന്ന് പൊങ്ങാൻ നോക്കി നിൽക്കും. കാരണം കിരിക്കുത്തുകാരുണ്ട് 10 ഡയമണ്ട് പൂവെന്നൊക്കെ പറയുമ്പോൾ കൊണ്ടേ വെക്കും, 10 രൂപ ഇടും, എന്നിട്ട് പാട്ട പൊക്കാൻ വേണ്ടി നോക്കി നിൽക്കും. അതും പോയെന്നും പറയും. ഉടമ്പടിയിൽ അങ്ങനെ പലപ്പോഴും ഇങ്ങനെ കുറേ സംഭവം പോകും. ചിലപ്പോൾ ആദ്യമൊക്കെ നോക്കി മനസ്സിലാക്കണം. നിങ്ങൾക്ക് അത് നിങ്ങളുടെ വിഷയം നടക്കുന്നുണ്ടോ എന്നല്ല നോക്കേണ്ടത്, ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ദൈവത്തിന് അറിയാൻ പറ്റും വഴി. അതെ, ചൂണ്ടയിടുന്ന ആൾക്കാർ പോലെ പൊങ്ങ് താഴുന്നുണ്ടോ, മീൻ പിടിക്കുന്നുണ്ടോ, പൊങ്ങ് താഴുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ചൂണ്ടക്കാരുടെ മനസ്സാണെങ്കിൽ ദൈവത്തെ ചൂണ്ടയിട്ട് പിടിക്കാൻ ഉടമ്പടി കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ അത് ആദ്യം ദൈവത്തെ നോക്കിക്കൊണ്ടാണ് വിഷയം ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ മനസ്സിന് അനപേക്ഷിതമായി നിങ്ങളുടെ മനസ്സിനെ ഉയർത്തി വളർത്തിക്കൊണ്ടുവരണം. ദൈവത്തിൻ്റെ മനസ്സിന് അനപേക്ഷിതമായി മറ്റുള്ളവരെ സ്നേഹിച്ചും മറ്റുള്ളവരോട് ആഭിമുഖ്യം കാണിച്ചും അതുപോലെ തന്നെ നിങ്ങളുടെ കഷ്ടപ്പാടിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി ദൈവത്തെ പ്രതി മറ്റുള്ളവരുടെ കഷ്ടപ്പാടിനെക്കുറിച്ച് ചിന്തിച്ച് കഴിയുമ്പോഴൊക്കെ ദൈവത്തെ മനസ്സിലാകും നിങ്ങളുടെ ഹൃദയം ദൈവത്തിൻ്റെ വചനം എഴുതാൻ പറ്റിയ ഹൃദയമാണെന്ന് മനസ്സിലാകും. അങ്ങനെ വരുമ്പോൾ ദൈവം എഴുത്ത് ഉടമ്പടിയൊക്കെ ദൈവം തുടങ്ങണത്. അപ്പം അതുകൊണ്ട് ഇതിനകത്തുള്ള കളികളെല്ലാം മനസ്സിലാക്കിയിരുന്ന എളുപ്പമാണ് സംഭവം. ദൈവത്തിന് ഇതൊക്കെ സെറ്റ് ചെയ്യാൻ നിസ്സാരമായ കാര്യമാണ്. അടുത്ത പടി എന്താ വന്നിരിക്കുന്നത്? അപ്പനെയും അമ്മനെയും അങ്ങോട്ട് വിളിച്ചു മാതാവും. പ്രസംഗം തീർന്നു, ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത്. പെട്ടെന്ന് ഇതെല്ലാം സംഭവിക്കണം. എല്ലാ വിഷയവും സെറ്റ് ചെയ്യാൻ ദൈവത്തിൻ്റെ മുമ്പിൽ പാക്കേജ് ഉണ്ടാവും, എല്ലാ വിഷയവും. അതായത് ഇപ്പം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശമ്പളവും കൂടി, അതുപോലെ ആ കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റുന്നുണ്ട്. കുഞ്ഞുങ്ങളെ നോക്കണേ ഇവർ തന്നെ നോക്കണമെന്നില്ല, മറ്റവരുടെ പൈസ അപ്പോൾ വരാൻ തുടങ്ങി. അപ്പോൾ അതുപോലെ തന്നെ ഈ ജീവിതം മുഴുവൻ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്നൊരു സ്വപ്നം പോലെ അങ്ങ് സെറ്റായിരിക്കുകയാണ്. ശ്രുതികട ഹല്ലേലൂയ. ഇപ്പോഴും ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ദൈവത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ലക്ഷ്മി ചേച്ചിയുടെ ഭാഗം ചെയ്തിട്ടില്ല. അവരിതിൻ്റെ ഉടമ്പടിയിലൊരു കാര്യം പറഞ്ഞു. ഈ മരിച്ചുപോയ അപ്പനും മക്കൾക്ക് ലക്ഷ്മി ചേച്ചിക്ക് വേറെ അനിയത്തിമാരുണ്ടെന്ന് തോന്നുന്നത്. അപ്പോൾ അവരൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് ഇവിടെ. അപ്പോൾ അവർ പറയണത് അവർ കല്യാണത്തിന് വന്ന പോലെ വന്നു പോകുന്ന പറയണം. ഇപ്പോഴും അവരോട് നീരസമുണ്ട് ഇവർക്ക്. അതാ പ്രശ്നം. ആ ഉടമ്പടി സെറ്റായിട്ടില്ല. ദൈവം കാര്യങ്ങളെല്ലാം ചെയ്തെങ്കിലും ലക്ഷ്മിയായിട്ട് തന്നെ ഇരിക്കണം ഇപ്പോഴും. പറഞ്ഞ മനസ്സിലായില്ലേ? അവിടെയാണ് പ്രശ്നം, അവിടെയാണ് ചികിത്സ വേണ്ടത്. ദൈവം അവിടെ ഹൃദയത്തിൽ എഴുതിയിട്ടില്ല, ദൈവസ്നേഹത്തിൻ്റെ എഴുതാൻ വേണ്ടി അവർ നിന്ന് കൊടുത്തില്ല. ആ പഴയ വെറുപ്പ്, കാര്യം അവർ കുറേ അനുഭവിച്ചതല്ലേ. അപ്പനും അമ്മയും വീണപ്പം തന്നെ ആങ്ങളെയും ഭാര്യയും ചാടിപ്പോയി. ഇവർക്ക് അപ്പനും അമ്മക്കും വേറെ മക്കളുണ്ട്. അവരാരും ഇവിടെ കല്യാണത്തിന് വന്നിട്ട് 2 ദിവസം തന്നിട്ട് പോകുന്നില്ലേ, അതുപോലെ ആരാണ് പറഞ്ഞത് കല്യാണത്തിന് വന്ന പോലെ വന്നു പോവുകയാണെന്ന്. എൻ്റെ മക്കളെ, ഇതൊക്കെ നിങ്ങളോട് കാണിച്ചതായിട്ട് നിങ്ങൾ തന്നെ അതിന് പരിഹാരം കാണാതെ അത് ദൈവത്തെ സ്നേഹിക്കാനുള്ള ദൈവം നൽകിയ അവസരമായിട്ട് എടുത്തുകൊണ്ട്
നിങ്ങൾ തിരിച്ച് സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ ദൈവം ഉടമ്പടി എഴുതാൻ പറ്റിയ, ദൈവത്തെ നേരിട്ട് ഉടമ്പടി എഴുതാൻ പറ്റിയ മാംസളമായ അഭിഷേകമുള്ള ഹൃദയമായി മാറ്റാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അതിൻ്റെ പേര് ഇവരുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് 20 വർഷമായിട്ട് മക്കളില്ല. 20 വർഷമായിട്ട് നമുക്കറിയാവില്ല. 20 വർഷമായിട്ട് മക്കളിലെ പിന്നെ മക്കളുണ്ടാവുക. ഒരുമാതിരിപ്പെട്ട ലോകത്തിലുള്ള എല്ലാ ചികിത്സയും അവർ ചെയ്ത് കാണും. 2 വർഷം 3 വർഷമല്ല, 20 വർഷമായിട്ട് അവർക്ക് മക്കളില്ല. അവസാനമാണ് ഇവർ കൃപാസന മാതാവിനെക്കുറിച്ച് കേൾക്കുന്നത്. ഈ ആലപ്പുഴയാണെങ്കിൽ ആൾക്കാർ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് വേറെ രാജ്യക്കാരാണെന്ന്. ആലപ്പുഴക്കാർ ഉണർന്ന് വരണതേ ഉള്ളൂ. അപ്പോൾ തുഷാര മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യം, ഉടമ്പടി എടുത്തിട്ട് ഇവിടെ നിന്നിട്ടൊരു കാര്യം പറയും. 20 കൊല്ലമായി മക്കളുണ്ടാകത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് മക്കളെ വേണം, അല്ലെങ്കിൽ എൻ്റെ ജീവൻ എടുക്കണം, അല്ലെങ്കിൽ എനിക്ക് കൊച്ചിനെ തരണം. അമ്മയുടെ മുഖത്തൊക്കെ നേരിട്ട് പറയും. ഇതൊരു പ്രാർത്ഥനയാണ്. രണ്ടും കരുതിക്കുട്ടി വന്നിരിക്കുന്ന പോലെയാണ്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഉടമ്പടി എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ നിക്ഷേപിച്ചിട്ട് അമ്മയുടെ മുഖത്തോട്ട് നോക്കി തുഷാർ പറയും, 20 കൊല്ലമായി ഞാനൊരു കുഞ്ഞിന് വേണ്ടി കരഞ്ഞ് കിടക്കണം, അവസാനം നിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്, എനിക്ക് ഒന്നേ പറയാനുള്ളൂ. അതാണ് അവൾ പറയേണ്ടത്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഒന്നെങ്കിൽ എനിക്ക് മക്കളെ തന്നെ, അല്ലെങ്കിൽ എൻ്റെ ജീവൻ എടുക്കണം. ആ മാസം അവൾ പ്രഗ്നൻ്റ് ആകും. അതല്ല ഒരു രസം എന്താ വെച്ചാൽ, എന്താ പ്രശ്നം വെച്ചാൽ പ്രഗ്നൻ്റായിട്ട് ദൈവം തന്നെ തന്നതാണിതെന്ന് പറയാൻ വേണ്ടി ഒരു ഗർഭപാത്രത്തിൽ 2 കുഞ്ഞുങ്ങളെ കൊടുക്കും, എന്നിട്ട് ഒരു പൊക്കിൾക്കൊടി. അപ്പോൾ ഡോക്ടർ എപ്പോഴും പറയും ഇത് പോകും, ഇത് പോകും, ഇത് പോകും എന്ന് പറയും. അപ്പോൾ വിശ്വാസം കൊണ്ട് ഇവൾ പറയും ഇത് മാതാവ് തന്നാണ്, മാതാവ് തന്നാണ്, മാതാവ് തന്നാണ്. കാര്യം 2 കുഞ്ഞുങ്ങൾക്കും കൂടി ഒരു പൊക്കിൾക്കൊടിയേ ഉള്ളൂ. ഒരു ഗർഭപാത്രത്തിൽ 2 കുഞ്ഞുങ്ങളൊക്കെയാണ്. പക്ഷെ അമ്മ തന്ന കാരണം എന്ത് ചെയ്ത് അമ്മയുടെ അവസാനം വരെ സംരക്ഷണം 2 കുഞ്ഞിനെ കൊടുക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇവരെപ്പോഴും ഈ അനുഗ്രഹം വാങ്ങിപ്പോകുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇനി ഒരു തട്ടുകേട് ഉണ്ടായിട്ട് തിരിച്ചു വരാൻ കാത്തിരിക്കരുത്. നിങ്ങൾ ആ ഉടമ്പടി ഏതെങ്കിലും ഒരു ഒക്കേഷൻ വരുമ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലും ഉടായ്പ് കാണിച്ചിട്ട് കാര്യം നേടി പൊടിയും തട്ടിപ്പോണതല്ല, മറിച്ച് ദൈവ തിരുസന്നിധിയിൽ ജീവിക്കാൻ ദൈവം ആരാണെന്ന് നിനക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ മനസ്സിനനുസരിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെയും സഹോദര സ്നേഹത്തോടെയും ജീവിച്ച് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നീ ചെയ്ത ഉടമ്പടി സത്യമാണെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തി ജീവിച്ചത്. 20 കൊല്ലമായി ഞാൻ കുഞ്ഞുങ്ങളില്ലാതെ മരണവേദന അനുഭവിക്കുകയാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ. അതാ പറഞ്ഞത്, എനിക്ക് അമ്മയോട്, അതായത് ആ ജീവിക്കുന്ന ദൈവ സാന്നിധ്യത്തിനോട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതി കണ്ട വിശ്വാസിയുടെ, എനിക്കൊന്നേ പറയാനുള്ളൂ, നീ എനിക്ക് കുഞ്ഞിനെ തരണം, അല്ലെങ്കിൽ എൻ്റെ ജീവൻ തിരിച്ചെടുക്കണമെന്ന്. അത് ദൈവത്തിൻ്റെ ചക്കയ്ക്കുള്ള കാര്യം. എന്താ കാര്യം? ആ പറയുന്നതിൻ്റെ ഒരു വെയിറ്റേജ് ഉണ്ട്, അതിനകത്തൊരു വിശ്വാസമുണ്ട്, വല്ലാത്ത വിശ്വാസം, അത് വല്ലാത്തൊരു പ്രത്യാശയുണ്ട്. ഒക്കെ ആയിരിക്കും, ഒത്താക്കൊള്ളാം, കിട്ടിയ കുട്ടി, പോയ ചട്ടി എന്നൊക്കെ പറഞ്ഞ് വാദപ്പനിക്കാർ പ്രാർത്ഥിക്കണില്ലേ? അതുപോലെ അലപരാതി പ്രാർത്ഥനയല്ല, ഒറ്റടിൻ്റെ ആശയം ആ സംഭവം. അത് ആ പ്രാർത്ഥനയുടെ വെയിറ്റേജാണ്. പക്ഷേ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ദൈവം നിങ്ങൾ വരുമ്പോൾ തന്നെ നിങ്ങൾ അളക്കാൻ തുടങ്ങും. കാര്യം ദൈവത്തിന് ജീവിതത്തിൽ കൂടെ വസിക്കാൻ പറ്റിയ ആൾക്കാരാണോ, കൈ കൊടുത്തുകൊണ്ട് കൂടെ ജീവിക്കാൻ പറ്റിയ ആൾക്കാരാണെന്ന് നോക്കും. അതായത് എന്താ പറയുക വെച്ചാൽ, നിങ്ങൾ സ്നേഹത്തിൻ്റെ സാധ്യതകളില്ലെന്നുണ്ടെങ്കിൽ ദൈവത്തിന് നിങ്ങളുടെ കൂടെ ഇരിക്കാനുള്ള സാധ്യത നേരത്തെ തന്നെ തീർന്നു കാണാം. അതുകൊണ്ട് ഉടമ്പടിയിലുള്ള ഒരു വെല്ലുവിളി എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ സാധ്യതയിൽ നിലനിന്ന് നീ ജീവിക്കുക എന്നുള്ളതാണ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ആരാധന ആരാധന
15:9. യോഹന്നാൻ 15:9. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഇതാണ് പ്രശ്നം. ആ യോഹന്നാൻ 15:9 എന്താ പറയണത്? ഏറ്റു പറഞ്ഞേ, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. അപ്പോൾ സ്നേഹത്തിൽ നിലനിൽക്കാൻ വേണ്ടിയുള്ള വിളിയാണ് ഉടമ്പടി. അല്ല 90 ദിവസം കൊണ്ട് പൊടി കൊട്ടിപ്പോയിട്ട് അവസാനിപ്പിക്കാനുള്ളതല്ല. കാര്യം കണ്ട് കാണുമ്പോൾ ഇനി കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഉടമ്പടി അവസാനിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അതല്ല, നിങ്ങളിവിടെ വന്നാലും വന്നില്ലേലും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഉടമ്പടി സ്പിരിറ്റിൽ തന്നെ നിങ്ങൾ സുവിശേഷത്തിന് സാക്ഷികളായിട്ട് ജീവിതത്തിൻ്റെ ക്രമീകരണത്തിൽ നിലനിൽപ്പുണ്ടാകണം. അതാണ് ഈശോ പറയണത്. എന്താണ്? യോഹന്നാൻ 15:9. നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഇപ്പം നിങ്ങൾ ഈ മണ്ണ് ചവിട്ടുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം, ചുമ്മാ കാര്യം കാണാൻ വന്നിരിക്കുകയാണ്, സ്നേഹത്തിൽ നിലനിൽക്കത്തില്ലെന്ന് ദൈവത്തിന് അറിയാൻ പറ്റും. അപ്പോൾ ആദ്യമേ നിങ്ങൾ ജാമ്യം എടുക്കണം. എന്താ പറയേണ്ടത്? കർത്താവേ, നീ എന്നെ അനുഗ്രഹിച്ചാൽ ഇല്ലെങ്കിൽ നിന്റെ സ്നേഹത്തിൽ ഞാൻ നിലനിൽക്കും. അതാ സംഭവം. എന്ന് പറഞ്ഞേ, കർത്താവേ, നീ എന്നെ അനുഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ, നിന്റെ ഉടമ്പടി നിലനിൽക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ജീവൽ സാന്നിധ്യമായ ദിവ്യകർത്താവിൻ്റെ തിരുസന്നിധിയിൽ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഇപ്പോൾ ഉടമ്പടിയിൽ നമ്മൾ കേട്ട വചനങ്ങളിൽ സുവിശേഷ സാക്ഷികളെ പോലെ നീ മനസ്സ് നിറഞ്ഞ അർത്താറയിൽ നിന്നെ അർപ്പിക്കുക. 10,000-ങ്ങളും ലക്ഷങ്ങളും തങ്ങളുടെ കണ്ണുനീര് അവസാനിപ്പിച്ച് സന്തോഷത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞ ഇടത്തേക്ക് ദൈവം നിന്നെയും നിൻ്റെ ഈ കണ്ണീരിൻ്റെ കാലത്ത് വിളിച്ചിരിക്കുന്നത് നിന്നോടുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ്. നിന്നെ ദൈവം കൈവിട്ടിട്ടില്ല എന്നുള്ള സൂചനയാണ്. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതിയുടെ മക്കളെ, ഉന്നതമായ നാമത്തിന് സ്വന്തം ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, നിന്റെ തിരുമുറുപാർന്ന് വലതുകരം, ആണിപ്രതാർന്ന് അത്ഭുതകരം ഓരോ മകൻ്റെയും മകളുടെയും ശിരസ് നീ വെക്കണമേ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. കർത്താവിൻ്റെ ഉന്നതമായ വലതുകരം, തിരുമുറുപാർന്ന വലതുകരം, അനുഗ്രഹകരം കർത്താവേ, നിങ്ങളുടെ മകളുടെയും മകൻ്റെയും ശിരസിൽ വെക്കണമേ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ ആന്തരിക അവയവങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. തലവേദനയുള്ളവർ, ആന്തരിക സിസ്റ്റുള്ളവർ, മഴയുള്ളവർ, ക്യാൻസറുള്ളവർ, യേശു ക്രിസ്തുവിന് ഉന്നതമായ നാമത്തിലെ മാരകരോഗങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ, 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 സ്വർഗം തുറക്കണമേ. കർത്താവേ, 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 നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, ഈശോ, നിന്റെ മുൾക്കെടുത്ത് ഓർത്തുകൊണ്ട് അങ്ങനെ അവകാശമോഖിനുമാകുന്ന തിരുസഭയോട് കണ്ണു തോന്നണമേ. ഈശോ, നിന്റെ കരത്തരണം കാണിപ്പെടുത്തി ഓർത്തുകൊണ്ട് അങ്ങനെ അവകാശമോഖിനുമാകുന്ന തിരുസഭയോട് കണ്ണു തോന്നണമേ. ഈശോ, നിന്റെ ചെമ്മടിപ്പാടുകൾ ഓർത്തുകൊണ്ട് അങ്ങനെ അവകാശമോഖിനുമായ തിരുസഭയോട് കണ്ണു തോന്നണമേ. കർത്താവേ, ഇവിടെ പ്രാർത്ഥിക്കുന്ന മക്കളെ, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന മക്കളെ, ത്വക്ക് രോഗങ്ങൾ, ആന്തരിക അവയവ രോഗങ്ങൾ, മാർഗരോഗങ്ങൾ, മാറാ രോഗങ്ങൾ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഈശോയുടെ നാമം മഹത്വപ്പെടുവാൻ ഈ ആരാധനയിലൂടെ കരുണയാകണമേ. സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ, സദയം തുടരേ, സുഖമായി എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, വളരെ വ്യഗ്രതയോടെ, വളരെ വിശ്വാസത്തോടെ, വളരെ ദൈവസ്നേഹത്തോടെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുള്ള ബോധ്യത്തോടു കൂടി
ആഴമായി സ്തുതിച്ചുകൊണ്ട് നിൽക്കട്ടെ. സ്തുതികട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ അപ്പാ. സ്വർഗീയപ്പാ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടയാളം കാണിക്കണമേ അപ്പാ. സ്വർഗീയപ്പാ, അങ്ങേ പുത്രൻ യേശു ക്രിസ്തു നാമത്തിൽ അടയാളം കാണിക്കണമേ അപ്പാ. 38 വർഷമായി ഞാൻ അർപ്പിച്ച കൃപാനകള്, 38 വർഷമായി അർപ്പിച്ച ആരാധനകള്, 38 വർഷമായി ഞാൻ കണ്ടുമുട്ടിയ ജനങ്ങളിലേക്ക് വിശ്വാസത്തിന് തീത്താമ്പുകളെ കൊളുത്താൻ ശ്രമിച്ച വിശ്വാസ തീഷ്ണതകളെ ഞാൻ അനുസ്മരിക്കണേ അപ്പാ. ഇപ്പോഴും കർത്താവിൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുന്ന എല്ലാ വിശുദ്ധന്മാരും സാക്ഷി നിർത്തി പ്രാർത്ഥിക്കുന്ന എൻ്റെ അമ്മയ പരിശുദ്ധ കന്യാമറിയത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന അപ്പാ. എല്ലാ രക്തസാക്ഷികളുടെ നാമത്തിലും മധ്യത്തിൽ പ്രാർത്ഥിക്കുന്ന അപ്പാ. അങ്ങേപ്പോത്ത യേശുക്രിസ്തു നാമത്തിൽ മാർഗരോഗങ്ങള്, തീരാവേദികള്, ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള് യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഏറ്റെടുത്തുകൊണ്ട് സ്വർഗീയ പിതാവേ, നാമം മഹത്വപ്പെടുവാൻ ഈ ആരാധനയിലൂടെ കരുണയാകുന്നു. മകളെ, ലക്ഷക്കണക്കിന് മനുഷ്യരെ അനുഗ്രഹം പ്രാപിച്ച് ആശ്വാസം പ്രാപിച്ച സ്ഥലത്ത് ദൈവം നിന്നെയും കൊണ്ടുവന്നിരിക്കുകയാണ്. നിന്റെ കണ്ണീരിൻ്റെ കാലത്ത് ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല. ദൈവം നിന്നെ അബാൻഡൻ ചെയ്തിട്ടില്ല. നിന്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ മേൽ ദൈവത്തിന് പ്രത്യേകമായ തീരുമാനമുണ്ട്. അതുകൊണ്ടാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. കർത്താവ് നിന്റെ സ്നേഹത്താൽ നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് പറയാം. തിരഞ്ഞെടുത്തുകൊണ്ട് നിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുന്നതെന്ന് പറയാം. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ അമ്മയുടെ മധ്യസ്ഥത്തിലെ യേശുക്രിസ്തു നാമത്തിൽ നീ കർത്താവ് അമ്മ മാതാ പ്രത്യക്ഷപ്പെട്ട ദിവ്യ മന്ദിരത്തിൽ നീ ആയിരിക്കുമ്പോൾ അതിൽ ആശ്രയിച്ചുകൊണ്ടും അത് ലൈവ് ഓൺലൈനെ കണ്ടുകൊണ്ട് ഓൺലൈനിരിക്കുന്ന പ്രാർത്ഥിക്കുന്നവരോടും പറയാനുള്ളത് ഇത്ര മാത്രമാണ്. നിന്റെ കണ്ണീരിൻ്റെ കാലങ്ങൾ തീരാൻ പോവുകയാണ്. നിന്നെ കർത്താവ് തൊടാൻ പോവുകയാണ്. നിൻ്റെ എല്ലാവിധ ജീവിത മണ്ഡലങ്ങളും കർത്താവ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു കുടുംബത്തിൻ്റെ അപമാന ഭാരത്തെ സ്വന്തമായി ഏറ്റെടുത്തുകൊണ്ട് കാനായിലെ കല്യാണത്തിൽ തൻ്റെ പുത്രനോട് കർത്താവ് അമ്മ അടയാളം ആവശ്യപ്പെട്ടതുപോലെ അതേ അമ്മ തന്നെ അൾത്താരയിൽ നിന്നുകൊണ്ട് അമ്മ പ്രത്യക്ഷപ്പെട്ട് ഇടത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി തൻ്റെ പുത്രനോട് അടയാളം ആവശ്യപ്പെടുന്ന സ്വർഗീയ നിമിഷങ്ങൾ, ഉടമ്പടി നിമിഷങ്ങളിലേക്ക് കർത്താവ് ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സാമ്പത്തിക കടങ്ങളെ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ഭൗതികമായ തകർച്ച നേരിടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എഴുതിയ പരീക്ഷയിൽ റിസൾട്ടിന് സംശയമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഞ്ചാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരിച്ചു വരാൻ കാത്തിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ തരം ജീവിത ദുരിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. വരേണമേ എന്നിൽ നിറയണമേ. വരേണമേ സൗഖ്യം നൽകണമേ. മക്കളില്ലാത്തവരെ, വിവാഹം ഒത്തുവരാത്തവര്, ഭവനം ഇല്ലാത്തവര്, സ്ഥലമില്ലാത്തവര്, വഴിയില്ലാത്തവര്, ഭവനം വിറ്റുമാറാത്തവര്, ജോലി സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റാതിരിക്കുന്നവര്, കിട്ടിയ ജോലി ചെയ്യാൻ വേണ്ടിയുള്ള മറ്റുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒത്തുവരാത്തവര്, കുടുംബക്കോടതി കേസുള്ളവര്, മറ്റു പലതരത്തിലുള്ള സിവിൽ കേസിലുള്ളവര്, അതുകൊണ്ട് തന്നെ വേറെ പല ജീവിത തടസ്സങ്ങളുള്ളവര്, അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവേ, എല്ലാ സങ്കടക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോ. കർത്താവേ, നിന്റെ അണിപ്പെടുത്താൻ വലതുകരം ഇപ്പോൾ പ്രാർത്ഥിച്ച മക്കളുടെ മേലെ നീ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുവാനും സുവിശേഷ സാക്ഷിയായിരിക്കുവാനും പരിശുദ്ധാത്മാവിന് നിറവ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കർത്താവ് തളിക്കണം ഈശോ.
എസെക്കിയേൽ 36:26 എഴുതിയിരിക്കുന്ന പോലെയും ദെരയ 31:33 എഴുതിയിരിക്കുന്ന പോലെയും കർത്താവെ, പുതിയ ഹൃദയമെന്ന് പറയണത് നിൻ്റെ വചനങ്ങളാൽ ആലേഖനം ചെയ്യപ്പെട്ട നീ തന്നെ ഹൃദയാന്തർഭാഗത്ത് ഉടമ്പടി ചെയ്തുകൊണ്ട് നിൻ്റെ ദൈവസ്നേഹത്താൽ നിവൃത്തിയാക്കുന്നവരുടെ സാക്ഷികളുടെ ജീവിതമാണ് കർത്താവെ. അതവർക്ക് നൽകണമേ, പുതിയ ഹൃദയത്തെ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഞങ്ങൾക്ക് മാംസളമായ ഹൃദയം നൽകണമേ. ഹല്ലേലൂയ. മുട്ടയിൽ നിന്നുകൊണ്ട് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഓൺലൈനിലുള്ളവർ ഈ സമയത്ത് മുട്ടയിൽ നിന്നുകൊണ്ട് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കുറച്ചു നേരം മൗനമായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഐശ്വര്യം മേടിച്ചോ. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിൽ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ഒരു നിമിഷം നമുക്ക് സമർപ്പിച്ച് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആരാധനയിൽ വചനത്തിൽ ശ്രവിച്ചതുപോലെ മാംസളമായ ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒരു പുതു ചൈതന്യം ഞങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങയുടെ നിയമം ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതണമേ എന്ന് ദാഹത്തോടുകൂടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേയ്ക്കാരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. ആവേ 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 മരിയ, ആവേ